നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ തരംഗമായി കനയ്യകുമാർ. മനോജ് തിവാരി എന്ന BJPയുടെ ഒരു ഫയർ ബ്രാൻഡ് നേതാവ് ന്യൂഡൽഹി നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ എല്ലാ അർത്ഥത്തിലും പിന്നിലാണ്. അതുകൊണ്ട് തന്നെയാണ് കായികമായി നേരിടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ മത്സരം മാറിയത്. രാഹുൽ ഗാന്ധി കരുതി വച്ചിരുന്ന കനയ്യകുമാർ കേവലം അവിടുത്തെ MP സ്ഥാനാർത്ഥിക്കപ്പുറത്ത് നാളെ ഡൽഹിയിലെ രാഷ്ട്രീയത്തിൽ കരുത്തോടെ വളർത്താൻ ഉദ്ദേശിക്കുന്ന യുവ നേതാവാണെന്ന സന്ദേശം കൂടിയുണ്ട്. ഇത്തവണ ഡൽഹി കഴിഞ്ഞ വർഷത്തെ പോലെ BJPക്ക് ലഭിക്കില്ല എന്ന് BJP രാഷ്ട്രീയക്കാർക്കും അറിയാം. 2 സീറ്റ് BJPക്ക് ചിലപ്പോൾ കിട്ടിയാലായി. ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന 4 സീറ്റും അവർ ജയിക്കുമെന്നും കോൺഗ്രസ് മത്സരിക്കുന്ന 3-ൽ 1 ഉറപ്പാണെന്നുമുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി. അതിനപ്പുറത്ത് രാഷ്ട്രീയ അടിയൊഴുക്കുകളുണ്ടായാൽ ആ ചിത്രം മാറുകയും ചെയ്യാം. ഡൽഹി രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പരിച്ഛേദമെന്നോണം ഡൽഹിയിലെ വോട്ടർമാരുടെ സാന്നിധ്യത്തിലും അതൊക്കെ തന്നെ കാണാം. ഏതോ സിനിമയിലെ ഡയലോഗ് പോലെ നാം എപ്പോഴും സന്ദർശനത്തിനായി പോകുന്ന നവോഢ ഭാവത്തിലുള്ള ഡൽഹിക്കപ്പുറത്ത് ചേരികളും തെരുവുകളും നിറഞ്ഞ ഒരു ഡൽഹിയുണ്ട്. ഝട്ക വലിക്കുന്നവരും അതുപോലെ മറ്റു പണിക്ക് പോകുന്നവരും കൂലിപ്പണിക്കാരും യാതൊരു പണിയില്ലാത്തവരുമായ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കാഴ്ചയുള്ള ഒരു ഡൽഹിയുണ്ട്. അത്തരമൊരു ഡൽഹിയാണ് ഡൽഹി നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശം. അവിടെ ധാരാളം ബീഹാറികളുണ്ട്, അതുപോലെ തന്നെ സിഖുകാരുണ്ട്, സാമാന്യേന നല്ല മുസ്ലിം ജനവിഭാഗമുണ്ട്, മറ്റു വോട്ടർമാരും ആകെയുണ്ട്. കഴിഞ്ഞ തവണത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏതാണ്ട് മെജോറിറ്റി സീറ്റുകളും മേധാവിത്വത്തോടെ നേടിയത് BJP ആണ്. ഡൽഹി അക്ഷരാർത്ഥത്തിൽ അവർ പിടിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ ആ സ്ഥിതിവിശേഷം ആകെ മാറി എന്നതാണ് സത്യം. കെജ്രിവാളിൻ്റെ അറസ്റ്റ് രാഷ്ട്രീയമായി ഗുണം കിട്ടുന്നതാണെന്ന് വിശ്വസിച്ചുവെങ്കിലും അത് രാഷ്ട്രീയമായി നഷ്ടം വരുത്തുന്നതാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി. കാരണം കെജ്രിവാളിനോട് തുടർഭരണത്തിലുള്ള ആൻറ്റി ഇൻകുംബൻസി ഒക്കെയും മറ്റൊരു തരത്തിലുള്ള വികാരമായി മാറി എന്നത് ഒരു സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരിട്ട് പ്രചരണത്തിനിറങ്ങുകയും തൻ്റെ ഭർത്താവിനെ ജയിലിലാക്കിയ കഥകളൊക്കെ പറയുകയും ചെയ്തപ്പോൾ ഡൽഹിയുടെ മനസ്സ് മാറുകയായിരുന്നു. ഡൽഹിയിൽ 3 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഒന്ന് വളരെ പ്രശസ്തവും പ്രസക്തവുമായ ചാന്ദിനി ചൗക്ക്. അവിടെ നിന്നാണ് കപിൽ സിബൽ 2 തവണ ജയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. മറ്റൊന്ന് മത്സരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണ്. 3 സീറ്റാണ് ഈ ഇന്ത്യ ബ്ലോക്ക് സഖ്യത്തിൽ. 4 സീറ്റ് ആം ആദ്മിക്കും 3 സീറ്റ് കോൺഗ്രസിനും എന്നുള്ള നിലയിലാണ് അതിനെ വിഭജിച്ചത്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച വന്നപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒറ്റ പേരുമായി ഉറച്ചു നിന്നത്. അത് കനയ്യകുമാറിൻ്റേതാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലൂടെ രംഗത്ത് വന്ന് ബീഹാറിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും കഴിഞ്ഞ ഇലക്ഷനിൽ പരാജയപ്പെട്ട ശേഷം അദ്ദേഹം കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസിൻ്റെ ഭാഗമാവുകയും ചെയ്തു. താപ്പാനകളുടെ പാർട്ടി എന്നറിയപ്പെടുന്ന കോൺഗ്രസിനുള്ളിൽ കനയ്യകുമാർ വല്ലാതെ ഞെരുങ്ങിപ്പോകുമോ എന്ന് കരുതിയിരുന്ന സന്ദർഭത്തിലാണ് ഏറ്റവും വിശ്വസ്തയോടെ ഡൽഹിയുടെ ബാസ്റ്റൺ ഏൽപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ് കനയ്യകുമാറിനെ ഡൽഹി നോർത്ത് ഈസ്റ്റിൽ മത്സരിക്കാൻ ചുമതലപ്പെടുത്തിയത്. അവിടെ അതിശക്തമായ മത്സരമായിരിക്കുന്നു എന്നത് മാത്രമല്ല, ഇപ്പോൾ കനയ്യ അവിടെ ഒരു തരംഗമായിരിക്കുന്നു എന്നതാണ് സ്ഥിതി. മനോജ് തിവാരി എന്ന BJPയുടെ ഫയർ ബ്രാൻഡ് നേതാവ് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതിരോധം അവിടെ പ്രതീക്ഷിച്ചില്ല. ഏതായാലും ഡൽഹി ഇത്തവണ BJPക്കൊപ്പം ഉണ്ടാവില്ല. അവിടുത്തെ സീറ്റ് അനുപാതത്തിൽ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. 4 സീറ്റും ആം ആദ്മി അവർ മത്സരിക്കുന്ന ഇടങ്ങൾ നേടുമെന്ന് തന്നെയാണ് എല്ലാ നിരീക്ഷകരും പറയുന്നത്. കോൺഗ്രസ്സിന് കനയ്യകുമാറിൻ്റെ മണ്ഡലവും കിട്ടാം. ബാക്കി 2 മണ്ഡലങ്ങളും BJP സ്വന്തമാക്കിയാൽ അത്ഭുതപ്പെടാനില്ലെന്നും അവർ പറയുന്നു. അടിയൊഴുക്കുകൾ ഉണ്ടായാൽ ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും.